ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാളൂസ് കിച്ചൻ. മാളൂസ് കിച്ചൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്ന ഒരു അറബിക് ഡിഷാണ്. ബുഖാരി എന്നാണ് കേട്ടോ ഈ റൈസിൻ്റെ പേര്. സൗദി അറേബ്യൻ ഡിഷാണിത്. നമ്മൾ സാധാരണ റെഡിയാക്കാറുള്ള കപ്സ, ചിക്കൻ മജ്ബൂസ്, കുഴിമന്തി അതേപോലെയൊക്കെ തന്നെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കാനും പറ്റും, എന്നാൽ വളരെ ടേസ്റ്റുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് അറബിക് മസാല റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ 1 ടീസ്പൂൺ കറുവപ്പട്ട, 1/2 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ പച്ചമല്ലി, പിന്നെ എടുത്തിരിക്കുന്നത് ഒരു 4 വറ്റൽമുളക്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ബേ ലീഫ്, 1 ടീസ്പൂൺ ജീരകം, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ 2 ഗ്രാമ്പു. ഇത്രയും സാധനങ്ങൾ ഫസ്റ്റ് നമുക്കൊന്ന് ചൂടാക്കിയിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇതാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന അറബിക് മസാല. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രൈഡ് ലെമണും കൂടി ഇതിനകത്ത് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ റൈസ് ഉണ്ടാക്കുമ്പോൾ ഡ്രൈഡ് ലെമൺ അല്ലാതെ യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇതിനകത്തിന് പ്രത്യേകിച്ച് ചേർക്കുന്നില്ല. ഫസ്റ്റ് നമ്മൾ ചിക്കൻ റെഡിയാക്കുവാണ്. അപ്പോൾ ചിക്കന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ ബട്ടർ, 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ വേണം കേട്ടോ. ഫസ്റ്റ് നമ്മൾ റൈസിലേക്ക് വേണ്ടിയിട്ടുള്ള ക്യാരറ്റും അതേപോലെ തന്നെ ബ്ലാക്ക് റൈസിൻസും ആണെന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം ക്യാരറ്റ് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഓയിലിൽ തന്നെയാണ് കേട്ടോ ചിക്കൻ റെഡിയാക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇത് രണ്ടും റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കുകയാണ്. നമ്മൾ ഫൈനലായിട്ട് ചേർക്കാനുള്ളതാണ് കേട്ടോ ഇത്. അപ്പോൾ ക്യാരറ്റ് അത്യാവശ്യം ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇത് മതി. ഇത് നമുക്ക് ഇനി ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ചിക്കൻ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് 3-4 ഏലയ്ക്ക, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, 5-6 കുരുമുളക്, 2 ഗ്രാമ്പു, ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു മീഡിയം സവാള ഇങ്ങനെ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ഒലീവ് ഓയിലാണ് കേട്ടോ സാധാരണ അറബിക് ഡിഷസിനൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒലീവ് ഓയിൽ ചേർത്താൽ തന്നെ നമ്മുടെ റൈസ് നല്ല ഗ്ലൈസിങ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. നല്ലൊരു ഇതാണ് ഒലീവ് ഓയിൽ യൂസ് ചെയ്യുമ്പോൾ. സവാള ഇപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിങ്ങനെ 4 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവൻ സ്കിന്നോട് കൂടി തന്നെ ചിക്കൻ എടുക്കാൻ കേട്ടോ. ഞാനിപ്പം സ്കിന്ന് ജസ്റ്റ് ഒന്ന് കളഞ്ഞിട്ടുണ്ട്, എന്നിട്ടാണ് എടുത്തിരിക്കുന്നത്. ചിലപ്പോൾ ചിക്കൻ്റെ അകത്തേക്ക് നല്ലപോലെ ഉപ്പൊന്നും പിടിച്ചൊന്നും ഇരിക്കില്ല. അതുകൊണ്ടാണ് നേരത്തെ തന്നെ ഇങ്ങനെ ഇടുന്നതിന് മുൻപായിട്ട് അത്യാവശ്യം ഉപ്പിലും അതേപോലെ തന്നെ കുറച്ച് തൈരിലും കുറച്ച് നേരം സോക്ക് ചെയ്ത് വെക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. ചിക്കൻ്റെ അകത്തേക്ക് നല്ലപോലെ ഉപ്പൊക്കെ പിടിക്കുകയും ചെയ്യും. ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഒരു ലൈറ്റ് ബ്രൗൺ ഒക്കെ കളർ വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇനി 2 തക്കാളി പേസ്റ്റ് ആക്കിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് ഇതൊന്ന് സെറ്റായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ബുഖാരി റൈസിനുള്ള മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ബുഖാരി റൈസിന് വേണ്ടിയിട്ടുള്ള മസാലകളാണ്. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത്, 1/2 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 1 ടീസ്പൂൺ അറബിക് സ്പൈസസ്, നമ്മൾ ആദ്യം പൊടിച്ചെടുത്ത സ്പൈസസ് ആണ് കേട്ടോ ഇത്. ഞാനിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കുവാണ് കേട്ടോ. നമുക്ക് ചിക്കന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പ് ഞാനിപ്പോൾ ചേർക്കുവാണ്.
ഇപ്പോൾ ഇതിലേക്ക് ഞാനൊരു ചിക്കൻ സ്റ്റോക്ക് ക്യൂബും കൂടി ചേർക്കുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണ മാഗിയുടെയൊക്കെ ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബ് നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു ഡ്രൈ ലെമൺ ആണ്, അതും കൂടി ചേർക്കാം. അറബിക് ഡിഷസിലെല്ലാം മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആട്ടോ ഈ ഡ്രൈ ലെമൺ എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ആദ്യം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇല്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലൊരു പകുതി ഇല്ലാത്തേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു പൊട്ടറ്റോ ഇങ്ങനെ വലിയ പീസായിട്ട് കട്ട് ചെയ്തത്, പിന്നെ ഒരു പച്ചമുളക്. ഇനി നമുക്ക് റൈസിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർക്കാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് റൈസിന് വേണ്ടിയിട്ടാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതൊരു 10-12 മിനിറ്റ് മൂടി വെച്ചിട്ട് ചിക്കൻ ഒന്ന് ജസ്റ്റ് വേവിച്ചെടുക്കണം. ഒരു 10-12 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ ചിക്കനൊക്കെ അത്യാവശ്യം നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചിക്കൻ മാത്രം ഇതിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ വെള്ളത്തിൽ കുറച്ച് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഉപ്പ് ചേർത്തായിരുന്നു, കുറച്ച് ഉപ്പ് കുറവുണ്ട്, അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഞാനിവിടെ 2 കപ്പ് റൈസാണ് എടുത്തത്. 2 കപ്പ് റൈസ് ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തി വെച്ചിരുന്നു. ഇനി അപ്പോൾ ഈ റൈസ് വേവുന്ന സമയത്ത് ഈ റൈസ് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ആ സമയത്ത് നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ബേക്ക് ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്ക് ഇതിലേക്ക് മസാല വരട്ടി കൊടുക്കാം. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ ചേർത്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ തന്നെ അറബിക് മസാലയാണ്. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ്. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചിക്കനിലോട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കനിലെല്ലാം നല്ലപോലെ മസാലയൊക്കെ നല്ലപോലെ ഒന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു 10-15 മിനിറ്റ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അവനില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഫ്രൈങ് പാനിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ഒഴിച്ചിട്ട് ജസ്റ്റ് 2 സൈഡും ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി ഫ്രൈങ് പാനിൽ. അപ്പോൾ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് റൈസ് ഒന്ന് ഇളക്കിയിടാൻ മറക്കരുത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ റൈസ് ഇത് അത്യാവശ്യം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു വെള്ളമയം ഉണ്ട്, അത് കുഴപ്പമില്ല. നമ്മളിനി അടച്ചു വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കാനുള്ളതാണ്. ആ സമയത്ത് ഇത് മുഴുവനായിട്ട് നമുക്ക് പറ്റി കിട്ടിക്കോളും. അപ്പോൾ ഇത് ദം ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മളിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ക്യാരറ്റും റൈസിൻസും കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതുകൂടാതെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളക്കടലയാണ്. നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കിയ അറബിക് മസാലയും കൂടി കുറച്ചൊന്ന് തൂളിയിട്ട് കൊടുക്കാം. ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഒരു ലിഡും കൂടെ വെച്ച് നല്ലപോലെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊരു 15 മിനിറ്റ് ദം ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ റൈസ് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റുന്നത്. അപ്പോൾ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്തായിരുന്നു. പിന്നെ ഒരു അരമണിക്കൂറും കൂടെ കഴിഞ്ഞു കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ ഇതിന്. അതേപോലെ ഇവിടെ ചിക്കനും ബേക്ക് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം കുഴഞ്ഞു പോകാത്ത രീതിയിൽ വേണം കേട്ടോ മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ വെള്ളമൊക്കെ നല്ലപോലെ വറ്റിയിട്ടുണ്ട്. വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ റെഡിയാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി ഡിഷാണ് കേട്ടോ ഇത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും വീട്ടിൽ റെഡിയാക്കി നോക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ദിസ് ഈസ് മിൽട്ട സൈനിങ് ഓഫ്. ബൈ.